ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പെൻഷനുകൾ മുഴുവൻ വർദ്ധിപ്പിക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ലൈഫ് മിഷൻ വീടുകൾ പൂർത്തീകരിക്കും. നെൽ കർഷകരുടെ നെൽവില വർദ്ധിപ്പിക്കുന്ന അടക്കം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അവിടെ ഉണ്ട്. ഭയങ്കരം തന്നെ. റബ്ബറിന് തറവില വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള ആശയങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ചവിട്ടിയപ്പോ അവരുടെ കൂടെ നിന്ന ഒരു കൂട്ടരല്ലേ നിങ്ങൾ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ജനങ്ങൾക്ക് വാഗ്ദാനങ്ങളാണ്, വീണ്ടും വാഗ്ദാനങ്ങളാണ് നിഷ, വീണ്ടും വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. കഷ്ടം. ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. കെ.സി. വേണുഗോപാലിനെ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് ബി.ജെ.പിക്ക് കൊടുത്തൊരു ഒരു മാന്യനാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട കെ.സി. വേണുഗോപാൽ എന്തെല്ലാം അപമാനകരമായ കാര്യങ്ങളാണ് ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. നമ്മുടെ വനമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ കൂടി ആയതുകൊണ്ട് കേന്ദ്ര സർക്കാർ പണം തരണം വനത്തിന് അതിർത്തി കെട്ടാൻ. എന്നിട്ട് കിബി എന്നാ പൈസ വിടുന്നത്. അത് പിരിച്ചുവിടും, കിബി പിരിച്ചുവിടും എന്ന് പറയുന്ന കെ.സി. വേണുഗോപാലിന്റെ പാർട്ടി. ആ കിബിയിൽ നിന്നും അവിടെ ഇഷ്ടം പോലെ വേലികൾ കെട്ടി സംരക്ഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, വികസന കാര്യത്തിൽ 1500 കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയതിന്റെ 9 പ്രോഗ്രസ് കാർഡുണ്ട്. ആദ്യമായിട്ട് കെ.സി. വേണുഗോപാൽ വായിച്ചിട്ടെന്ന് പറയണം. അദ്ദേഹം പറയാണ്, ഇലക്ഷൻ കാലത്ത് ഭിക്ഷ കൊടുക്കുന്ന പോലെയാണ് പെൻഷൻ. മിസ്റ്റർ കെ.സി. വേണുഗോപാൽ, ഒരു മാറ്റവും ഇല്ലല്ലോ. കേരള നിയമസഭയിൽ റൂൾ 300 പ്രകാരം കേരള മുഖ്യമന്ത്രി ഒരു സബ്മിഷൻ അവതരിപ്പിച്ച് നിങ്ങൾ മറന്നുപോയോ? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ ചവിട്ടിയത് കൊണ്ട് ബഹുമാനപ്പെട്ട മറിയച്ചേടത്തിക്കടക്കം പെൻഷൻ കൊടുക്കുന്നതിൽ കാലതാമസം വന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങളിതാ കേരളത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ ആനുകൂല്യവും കൊടുത്തോണ്ടിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ ആനുകൂല്യം കൊടുക്കും. ശമ്പള പരിഷ്കരണം നടപ്പാക്കും. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. പെൻഷനുകൾ മുഴുവൻ വർദ്ധിപ്പിക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ലൈഫ് മിഷൻ വീടുകൾ പൂർത്തീകരിക്കും. കർഷകർക്ക് ജീവിക്കാൻ പ്രയാസമാണ്. വന്യജീവി ആക്രമണം തടയാൻ നിലമ്പൂർ മണ്ഡലത്തിൽ സർക്കാർ എന്തെല്ലാം ചെയ്തു എന്ന ചോദ്യം പ്രധാനമായി ഉയരുന്നുണ്ട്. ഉത്തരം പറ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര കിലോമീറ്ററാണ് വേലി നിർമ്മിച്ചിരുന്നത്? ഇപ്പോൾ എത്ര കിലോമീറ്റർ വേലി നിർമ്മിക്കാനായി? ഇപ്പോൾ ടെൻഡറിൽ എത്ര കിലോമീറ്റർ കിടക്കുന്നു? അത് പൂർത്തീകരിക്കാൻ എത്ര നാൾ കൂടി വേണ്ടിവരും? ഞങ്ങളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിന്റെ കണക്ക് തരാൻ തയ്യാറാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഒരു സർക്കാർ 9 കൊല്ലമായി പ്രവർത്തിക്കുകയാണ്. ഞാൻ ഇന്നലെ പോകുമ്പോ പാട്ടക്കലിലാണ് നിൽക്കുന്നത്. അവിടെ ടെൻഡർ നടപ്പായതിന്റെ ഭാഗമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലേക്ക് കടക്കുകയാണ്. ഇതെല്ലാം കിബി എന്ന് പറയുന്ന ഒരു സംവിധാനം എത്ര കോടി രൂപയാണ് വനമേഖലയിൽ അതിർത്തി വേലി സംരക്ഷിക്കാൻ കൊടുക്കുന്നത്? നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? നിങ്ങൾ ദേശീയപാത പണിയുന്ന മലയോരപാത കിബി കൊണ്ട് ടോൾ പിടിക്കണം. അതിർത്തിയിൽ ആന വന്ന് നിൽക്കുമ്പോൾ ആനയെ തടയാൻ, പുലിയെ തടയാൻ വേലി കെട്ടിയാൽ ടോൾ കിട്ടുമോ? ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ 9 വർഷത്തിനിടെ നിലമ്പൂർ മണ്ഡലത്തിൽ വന്യജീവി ആക്രമണം തടയാൻ, പ്രത്യേകിച്ചും ആനയുടെ ആക്രമണം തടയാൻ എത്ര കിലോമീറ്റർ വേലി നിർമ്മിച്ചിട്ടുണ്ട്? താങ്കൾ ഇതൊരു നടക്ക് പോണ മാതിരില്ല. അല്ല, ഞാനിപ്പോ എന്റെ കയ്യിൽ മുഴുവൻ കണക്കുണ്ട്. ഞാനിപ്പോ 9 മണിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഞങ്ങൾ തലതാഴ്ത്തിയല്ല. ഞങ്ങൾ എന്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കണം. നരേന്ദ്രമോദി ഞങ്ങളോട് ചോദിക്കുകയാണ്, കിബിയിലൂടെ നിങ്ങൾ ആനയ്ക്ക് വേലി കെട്ടിത്തടഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടും? ഞങ്ങൾ ദേശീയപാതയ്ക്ക് വേണ്ടി ടോൾ പിരിക്കുന്ന പോലെ ടോൾ പിരിക്കുന്ന പദ്ധതിക്ക് കിബി എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല. മിസ്റ്റർ അനിൽകുമാർ, 2024 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അനിൽകുമാർ ഒരു വട്ടം വായിക്കുമോ ഇത്? കിഫ്ബി ആണോ കേരളം ചെയ്യുന്നത് എന്താണ് എന്ന് ഇതാ എന്റെ മുമ്പിലുണ്ട് സർ. കേരള സർക്കാരിന്റെ വന്യജീവി സംരക്ഷണത്തിലെ വീഴ്ചകൾ എണ്ണി പറയുന്നു. സംസ്ഥാന സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ കുറ്റകരമായ വീഴ്ച വരുത്തി.
കിടങ്ങുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലും സംരക്ഷിക്കുന്ന കാര്യത്തിലും കുറ്റകരമായ അനാസ്ഥ കേരള ഗവൺമെന്റ് ഗണിച്ചത് മുഴുവൻ എണ്ണി 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 അനിൽകുമാർ ഇവിടെ പറയുകയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. 9 വർഷമായി പിണറായി വിജയന്റെ വികസനം നടത്തിയ നിലമ്പൂർ, അവിടെ ഒരാൾക്ക് നെഞ്ചുവേദന വന്നാൽ എന്തായിരിക്കും നിഷ അവസ്ഥ? എന്താ ഉറക്കം വരുന്നു. ഒന്നുകിൽ 60 കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മുടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോകണം, അല്ലെങ്കിൽ കോഴിക്കോട് 100 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള കോഴിക്കോട് വരണം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു കോളേജ് ഉണ്ട്. എന്താണ് നിലമ്പൂരിലെ കോളേജിന്റെ അവസ്ഥ? നിലമ്പൂരിലെ കോളേജ് പൂച്ച കുഞ്ഞുങ്ങളെ കടിച്ചു കൊണ്ടുപോകുന്ന മാതിരി ഒരു വാടക കെട്ടിടത്തിൽ 1 കൊല്ലം, അടുത്ത വാടക കെട്ടിടത്തിലേക്ക് 1 കൊല്ലം, ഇങ്ങനെ ഇങ്ങനെ ഓടുകയല്ലേ? പിന്നെ ചൂടാണ്ട് ഇല്ല. താങ്കൾ തെറ്റിദ്ധരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കോടതിയിൽ പോയി വക്കീലിന് വേണ്ടി അസത്യങ്ങൾ വിളമ്പുന്നത് പോലെ വിളമ്പിയാൽ രക്ഷപ്പെടുമോ? നിങ്ങൾ പറഞ്ഞു BRM ഷഫീർ എന്ന കോൺഗ്രസ്സുകാരൻ കുറെ ഇരകൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നിങ്ങൾക്കറിയോ 108 ആംബുലൻസുകാർ ഒരു രോഗം വന്നാൽ ആദ്യം വിളിക്കുന്ന 108 ആംബുലൻസുകാരുടെ ഡ്രൈവർമാരുടെയും ഹെൽപ്പർമാരുടെയും ശമ്പളം ഇതുവരെ നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയോ 35 ലക്ഷം തൊഴിലാളികൾ മേശന്മാർ അവർ അങ്ങോട്ടിട്ട് അംശാദായം അടച്ച ക്ഷേമനിധി എത്ര മാസം വരെ കുടിശ്ശിക? 1332 കോടി രൂപ കുടിശ്ശികയാണ്. മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നല്ലേ ജോയിക്കുഞ്ഞ്. ചുമട്ട് തൊഴിലാളികൾ അവരുടെ കുടിശ്ശിക 493 കോടിയാണ് സാർ. അവരുടെ അംശാദായം അടച്ചതാ. നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, നിങ്ങൾ കൊടുത്തിട്ടില്ല. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഈ തയ്യൽ തൊഴിലാളികൾ അവരുടെ ക്ഷേമനിധി നിങ്ങൾ കൊടുത്തോ? 19 മാസമായിട്ട് കുടിശ്ശികയാ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. SC/ST വിദ്യാർത്ഥികൾ ഒരുപാടുള്ളവരുടെ മണ്ഡല. പോത്തുകലി ഇറങ്ങി അനിൽകുമാർ നടക്കണം. SC/ST വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഫീസ് കൊടുത്തിട്ടില്ല, യൂണിഫോം അലവൻസ് കൊടുത്തിട്ടില്ല. അയ്യോ എനിക്കിപ്പോ ബോധം പോകും. ഇനി നിങ്ങൾ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. 2018-19 കേരള സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് ഇടതുപക്ഷത്തിന്റെ ബഡ്ജറ്റാ, സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റാ. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി വകയിരുത്തിയ തുക 6.28 കോടി രൂപ. 10 പൈസ മുടക്കിയിട്ടില്ല. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. 2023, 21, 24 വരെ 3.1 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഇടതുപക്ഷത്തിന്റെ മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നീക്കിവെച്ച തുകയാണ്. 10 പൈസ മുടക്കിയിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. കഴിഞ്ഞ ബഡ്ജറ്റ്, ഈ തൊട്ട് മുമ്പ് മാറിയ ബഡ്ജറ്റിൽ വലിയ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന സന്ദർഭത്തിൽ 48.85 കോടി രൂപ അനുവദിച്ചു. അതിൽ മുഴുവൻ ചെലവഴിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് കള്ളമാണ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. പക്ഷേ ചെലവഴിക്കാത്ത തുക 48% തുക വനം വകുപ്പിന്റെ പണം, ഈ പണം ഇവിടെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പണം ചെലവഴിച്ചിട്ടില്ല. ഇത് റെക്കോർഡാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. 2023 മലയാറ്റൂർ, ചാലക്കുടി, വാഴച്ചാൽ ഉൾപ്പെടുന്ന വനം ഡിവിഷനിൽ ഫെൻസിംഗ് കെട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ എന്തോ കൊടുത്തില്ലെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ അനുവദിച്ച 13.5 കോടി രൂപ, 13.5 കോടി രൂപ 1 രൂപ ചെലവഴിച്ചിട്ടില്ല. ടെൻഡർ നടപടി എടുത്തിട്ടില്ല. പണം ലാപ്സാക്കി കളഞ്ഞു സംസ്ഥാന സർക്കാർ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ഇനി 2016 മുതൽ 3611 കേസുകൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വനംവകുപ്പിന് അപേക്ഷ കൊടുത്തിരുന്നു. നഷ്ടപരിഹാരം 1 രൂപ 3611 കേസുകളിൽ 90% കേസുകൾക്കും 10 നയാ പൈസ ഈ സർക്കാർ കൊടുത്തിട്ടില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.